സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ലാഭമുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് വിവിധ രീതിയിലാണ് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒന്നാമതായിട്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമുക്കിതിനെ രണ്ട് രീതിയിൽ പറയാം: ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ലോങ് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അതായത് നമുക്ക് ഉള്ള കുറച്ച് പൈസ എടുത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വിവിധ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നു. ആ കമ്പനികളുടെ വളർച്ച അനുസരിച്ച് അല്ലെങ്കിൽ ആ കമ്പനികളുടെ ഓഹരികൾ വളരുന്നതിനനുസരിച്ച് നമുക്ക് ആ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വാങ്ങിയ ഓഹരി വിൽക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നു, അതായത് ലാഭമുണ്ടാകുന്നു. മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് ട്രേഡിംഗ് എന്ന് പറയും. അതായത് ട്രേഡിങ്ങിന്റെ മലയാളം എന്ന് പറയുന്നത് വ്യാപാരം എന്നാണ്. നമുക്ക് ട്രേഡിങ്ങിനെ തന്നെ വിവിധ രീതിയിൽ പല തരത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ ട്രേഡ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും റിസ്ക് പിടിച്ചതായിട്ടുള്ള ഒരു കാര്യവും, അതായത് ഏറ്റവും പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും എന്നാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതും ദിവസ വരുമാനമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, നമ്മൾ വ്യാപാരം ചെയ്യുക എന്ന് പറഞ്ഞു. ട്രേഡ് ചെയ്യുന്നത് തന്നെ നമുക്ക് വിവിധ രീതിയിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും, അതുപോലെ ഷോർട്ട് സെല്ലിംഗ് ഉണ്ട്, പിന്നെ വരുന്നതാണ് ഇൻട്രാഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ, അതായത് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് എന്നത് പറയുന്നത് ഇൻട്രാഡേ ട്രേഡ്, ഇന്നത്തെ ദിവസം സ്റ്റോക്കുകൾ വാങ്ങി ഇന്നു തന്നെ വിൽക്കുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ വാങ്ങി വിറ്റ് ലാഭമായിരുന്നാലും നഷ്ടമായിരുന്നാലും നമുക്കത് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ മിക്കവർക്കും ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്: ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയതിനേക്കാളും വില കുറയുകയാണെങ്കിൽ നമുക്ക് അന്ന് വിൽക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഇതിനുള്ളത്. ഒന്നേ നമുക്കിതിനെ കൺവെർട്ട് ചെയ്ത് ലോങ് ടൈമിലേക്ക് മാറ്റാം, അല്ല എങ്കിൽ നമുക്കിതിനെ അന്ന് തന്നെ വിറ്റില്ല എങ്കിൽ ഈ ബ്രോക്കർ തന്നെ വിൽക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസുകൾ കിട്ടുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്നവർക്കായിരിക്കും ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുന്നത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൈവ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ തന്നെ അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് നമ്മുടെ മെയിൻ ഇന്റർഫേസ് വരുന്നത്. അതായത് മൊബൈലിലാണ് ഞാൻ കാണിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ കുറച്ച് സ്ക്രീനിൽ നമുക്ക് സ്ക്രീൻ ഷെയർ കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം വരുമെങ്കിൽ മാത്രമേ ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ബാക്കി മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതിന് നമുക്ക് ഇങ്ങനെ ഒരു അപ്സ്റ്റോക്സിൻ്റെ ഇൻ്റർഫേസിൽ സാധ്യമല്ല. പക്ഷേ നമുക്ക് ഈ ഇൻ്റർഫേസിൽ നിന്നുകൊണ്ട് തന്നെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യണമെങ്കിൽ, അതായത് ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിറ്റ് നമുക്ക് ലാഭം ഉണ്ടാവണമെങ്കിൽ തന്നെ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിറ്റാൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ സ്റ്റോക്സ് നമുക്കിവിടെ താഴേക്കൊക്കെ വരുമ്പോൾ കുറേയധികം ഇവിടെ സ്റ്റോക്സ്, ഇവിടെ രണ്ടാമത്തെ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് സെർച്ച്ഡ് സ്റ്റോക്സ്, അതുപോലെ ടോപ്പ് ട്രെൻഡിങ് സ്റ്റോക്ക്, ഇന്നത്തെ ദിവസം ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്ക്, പിന്നെ ടുഡേ ഗെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം വില കൂടിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്കുകളെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇവിടെ കാണുന്ന സ്റ്റോക്കുകളെ നമ്മൾ വെറുതെ കയറി വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രോഫിറ്റും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ബേസിക് ആയിട്ട് രണ്ട് കാര്യം ഓർമ്മിച്ചിരിക്കുക: മാർക്കറ്റ് ഇന്ന് മുകളിലേക്കാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതായത് ട്രെൻഡ് മുകളിലേക്കായിരിക്കണം നിഫ്റ്റിയുടെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ്. മാത്രമല്ല നമ്മൾ വാങ്ങാൻ പോകുന്ന സ്റ്റോക്കും
ട്രെൻഡ് മുകളിലൊക്കെ ആയിരിക്കണം. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് മാർക്കറ്റ് ഇടിയുന്ന സമയത്തും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇൻട്രാഡേ ട്രേഡിങ്ങിനുള്ള മാത്രമുള്ള സവിശേഷതയാണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്റ്റോക്കിൽ മാത്രമല്ല ഓപ്ഷൻസിലും നമുക്ക് അത് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരിക്കുമ്പോഴും നമുക്ക് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിനെ നമുക്ക് വാങ്ങി ഷോർട്ട് സെല്ല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൂടെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന കാര്യം പറയും. മറ്റൊരു വീഡിയോയിൽ ഷോർട്ട് സെല്ലിങ്ങിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്സ്റ്റോക്സ് പ്രോ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ മാറുക. അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്നവർക്ക് നമ്മൾ ഇതുപോലെ അപ്സ്റ്റോക്സ് പ്രോ എന്ന് പറഞ്ഞ് സ്വിച്ച് ചെയ്യണം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനാണ് നമുക്ക് ലൈറ്റ് വേർഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രോ ലെവലിലേക്ക് മാറി. പ്രോ ലെവലിലേക്ക് മാറുമ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേയധികം വാച്ച് ലിസ്റ്റ് ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളെ നമ്മൾ ഈ ഒരു വാച്ച് ലിസ്റ്റിലേക്കൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷമായിരിക്കണം നമ്മൾ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. ഇനി നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തുന്നതിന് കുറേയധികം നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ അല്ലെ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ചാനലിൽ തന്നെ യൂണിവെസ്റ്റ് എന്ന് പറയുന്ന ആപ്പിൻ്റെ ഡീറ്റെയിൽ കോഴ്സായിട്ട് തന്നെ ചാപ്റ്റർ കണക്കിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഓരോ ദിവസം ടിപ്സ് തരും. പക്ഷേ അതൊക്കെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സൈറ്റുകളുണ്ട്, ചാർട്ട് ലിങ്ക്, അതുപോലെ നമുക്ക് കുറേയധികം സൈറ്റുകൾ തന്നെ നമുക്കുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ തന്നെ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേയധികം അത് ഞാൻ ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത്, ബേസിക്കലി നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം ദോഷം എന്നിവ കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു ഇൻട്രാഡേ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ എളുപ്പമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ നമ്മൾ ഒന്നേ സെർച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മളത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോക്ക് ഇവിടെ SBIN ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് നമുക്കൊരു സ്റ്റോക്കിനെ വാങ്ങാവുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇതെവിടെ കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. TBT ചാർട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നോക്കണം. വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഈ ചാർട്ട് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഒരു ചാർട്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണെന്നത് വിചാരിക്കുക. ഈ ഒരു റേഞ്ചിൽ വരുമ്പോൾ നമ്മൾ വാങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു റേഞ്ച് എത്തുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങുന്നതെങ്കിലോ നമ്മൾ താഴെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇടിയുകയാണെന്ന് വിചാരിച്ച് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടവും വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള പഠനങ്ങൾക്ക് ശേഷം ചെറിയ രീതിയിലായിരിക്കണം നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഫെഡറൽ ബാങ്ക് സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് നമ്മൾ ലോങ് ടൈമിലേക്കൊക്കെ വാങ്ങുന്നത് പോലെ തന്നെയാണ്. ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ NSE BSE എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്ക് വാങ്ങണോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. NSE ആയിരുന്നാലും BSE ആയിരുന്നാലും സെയിം തന്നെയാണ്. ചെറിയൊരു പ്രൈസ് റേഞ്ച് മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത്. അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്കിവിടെ രണ്ടാമത് നോക്കേണ്ട റെഗുലർ ഓർഡറാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ GTTയോ MTF എന്ന് പറഞ്ഞ മാർജിൻ ട്രേഡ് ഫണ്ടോ ഒന്നും ഉപയോഗിക്കരുത്. നമ്മൾ റെഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റി എണ്ണമാണ് വാങ്ങുന്നത്, അതായത് ഫെഡറൽ ബാങ്ക് സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില 187 രൂപ പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റോക്ക് എത്ര എണ്ണം വാങ്ങുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് 1 സെലക്ട് ചെയ്യാം. 10 എണ്ണമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ മാർക്കറ്റ് ലിമിറ്റ്, SL ലിമിറ്റ്, SL മാർക്കറ്റ് എന്ന് പറഞ്ഞ് കാണും. ഇതിൽ നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്ന അതേ വിലയ്ക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ താഴേക്ക് വരും. ഇപ്പം 187 എന്ന് പറഞ്ഞാൽ 185 വരുമ്പോൾ വാങ്ങണമെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക 185. പക്ഷേ താഴെ വന്നാൽ മാത്രമേ നമുക്കത് നമ്മൾ വാങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ വരുന്നത് SL ലിമിറ്റ്, SL മാർക്കറ്റ് ഓർഡർ. അത് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറുമാണ്. നമ്മൾ ഒരിക്കലും വാങ്ങുന്ന സമയത്ത് നമ്മൾ SL ലിമിറ്റ് സെലക്ട് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് സെല്ലിങ്ങിലേക്കായിരിക്കും പോകുന്നത്. അതായത് നമ്മൾ ഈ SL ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഓർഡറുകളെല്ലാം ഒരു സെൽ ഓർഡറാണ്. നമ്മളിവിടെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട. നമുക്ക് വാങ്ങിയതിന് ശേഷം അതിൽ പോയിട്ട് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് എന്നുള്ളിടത്താണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഡെലിവറി ഇൻട്രാഡേ. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡെലിവറി എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് വാങ്ങി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ, ഇന്ന് തന്നെ വേണമെങ്കിലും ഡെലിവറിയിൽ നമുക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുമ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിറ്റതിന് ശേഷം ഒരു 20% നമ്മുടെ എമൗണ്ട് നമ്മുടെ അപ്സ്റ്റോക്സിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് അടുത്ത ട്രേഡിംഗ് ദിവസമായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു ഫണ്ട് ഹോൾഡ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇൻട്രാഡേ തന്നെ സെലക്ട് ചെയ്യണം. ഇൻട്രാഡേ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. ഉദാഹരണത്തിന് 187 രൂപയാണ് ഫെഡറൽ ബാങ്ക് സ്റ്റോക്കിന്റെ വില. നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വാങ്ങുമ്പോൾ ഇവിടെ കാണാം റിക്വയർഡ് 187 രൂപയും നമ്മൾ കൊടുത്താണ് വാങ്ങുന്നത്. പക്ഷെ നമ്മൾ ഇൻട്രാഡേ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ 187 രൂപയുടെ സ്റ്റോക്കിന് വെറും 37 രൂപ കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റും. അതായത് നമുക്ക് 5 ഇരട്ടി വരെ ഇവർ ലിവറേജ് തരും. അപ്പോൾ നമുക്ക് കടമായിട്ട് തരും. അതിനുശേഷം നമ്മൾ ഈ സ്റ്റോക്ക് ഇന്ന് തന്നെ വിൽക്കുന്നത് ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അവർ കടം തരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബെനിഫിറ്റ് ഉപയോഗിക്കാം. ഇതിന് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള ചാർജുകളോ ഫീസുകളോ പലിശയോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇൻട്രാഡേ സെലക്ട് ചെയ്യുക, ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിന് ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. നമുക്ക് ഒരു ക്വാണ്ടിറ്റി വാങ്ങുന്നതിന് 37 രൂപയെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്കിവിടെ ആഡ് സ്റ്റോപ്പ് ലോസ് കവർ ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇതും നമുക്ക് കവർ ഓർഡർ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസിൻ്റെ ഓർഡർ ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാതിരിക്കുക. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ വയ്ക്കാൻ അറിയാമെന്നുള്ളവർ മാത്രം സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ച് പോകുക. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത് തന്നെ മറ്റൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡർ കൂടെ വയ്ക്കേണ്ട, നമ്മൾ വാങ്ങിയതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഓർഡർ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ സെലക്ട് ചെയ്തു, ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ ആഡ് വാലിഡിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡേ IOC എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ ഡേ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെ ഓർഡറാണ്. IOC എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ആണ്. അപ്പോൾ ഇപ്പം തന്നെ വാങ്ങിയില്ല എങ്കിൽ ആ ഓർഡർ ക്യാൻസൽ ആയിപ്പോകും. അപ്പോൾ നമുക്ക് ഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റിവ്യൂ ബൈ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് കാണാം, കണ്ടോ? ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങുന്ന ആൾക്കാരെയും വിൽക്കുന്ന ആൾക്കാരെയും ഒക്കെ നമുക്കിവിടെ കാണാനും പറ്റും. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ഇൻട്രാഡേ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ വാങ്ങാനാണോ വിൽക്കാനാണോ എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് 46% പേരും വാങ്ങാൻ നിൽക്കുന്നു, 54% കൂടുതൽ ആൾക്കാരും വിൽക്കാൻ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ളൊരു സ്റ്റോക്ക് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൂടുതൽ ബയേഴ്സ് ഉള്ള സ്റ്റോക്ക് ആയിരിക്കണം നമ്മൾ ഇൻട്രാഡേക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതെപ്പോഴാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ് ട്രെൻഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്നതിനും അങ്ങനെയുള്ള ഒരു ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ വാങ്ങുന്നത് നിങ്ങൾക്ക് ഈ ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ നല്ല സ്റ്റോക്ക് ചൂസ് ചെയ്യുന്നതെന്നല്ല. അപ്പോൾ ഇത്രയും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം റിവ്യൂ ബൈ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതാ ഇവിടെ കാണാം ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഈ ഒരു സംഭവം കാണിക്കാതെ തന്നെ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു ഡോൺ ഷോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് സബ്മിറ്റ് ഓർഡർ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഓർഡർ പ്ലേസ് ചെയ്തു, നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഇനി നമുക്ക് ഇവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ റെഗുലർ എന്നുള്ളിടത്ത് ഓൾ എന്നുള്ളിടത്ത് ഇവിടെ കാണാം. ഓപ്പൺ ആണോ അല്ല, ക്ലോസ് ആണോ ക്ലോസ് ആണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയിട്ട് നമുക്കിവിടെ പൊസിഷൻസ് എന്ന് പറഞ്ഞതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റോക്ക് വാങ്ങിയതായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇൻട്രാഡേ എന്ന് പറഞ്ഞ് കാണാം. ഫെഡറൽ ബാങ്ക്
ഇപ്പോൾ ഇത് മൈനസ് ആണ്. ഓവറോൾ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് നമുക്കിവിടെ കാണിക്കും. കണ്ടോ, നമ്മൾ കുറേയധികം കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അതിൻ്റെ വില ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ പ്രോഫിറ്റും ലോസും ആയിരിക്കും കാണിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ വില അത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് വാങ്ങി ഇപ്പോൾ തന്നെ ഇതാ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് വാങ്ങിയത് കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. ഇനി എന്തുകൊണ്ട് നഷ്ടം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 13 പൈസയല്ലേ നഷ്ടം എന്ന് വിചാരിക്കും. 13 പൈസയൊന്നും അല്ല നമുക്ക് നഷ്ടം വരുന്നത്. നമ്മൾ ഒരു സ്റ്റോക്ക് ഇൻട്രാഡേ ആയിട്ട് ബൈ ചെയ്യുമ്പോൾ 20 രൂപ പ്ലസ് GST പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇങ്ങനെയുള്ള പൈസ എല്ലാം ആവും. അതുപോലെ നമ്മൾ സെല്ല് ചെയ്യുമ്പോഴും അതുപോലെ പോകും. അപ്പോൾ ടോട്ടൽ ഒരു 50-60 രൂപ വരെ നമുക്ക് ഒരു ഓർഡർ ഇൻട്രാഡേ വാങ്ങി വിൽക്കുമ്പോൾ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഒരു ക്വാണ്ടിറ്റി ഒന്നും വാങ്ങിയെന്ന് പറഞ്ഞ് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഇത് പഠിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ മിനിമം 100 ക്വാണ്ടിറ്റി എങ്കിലും വാങ്ങുക. ഇപ്പോൾ ഇവിടെ കണ്ടോ, പ്രോഫിറ്റിലേക്ക് വന്നു, പച്ച കളർ വന്നു, വീണ്ടും മൈനസിലേക്ക് പോയി. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക. അപ്പോൾ നമ്മളിവിടെ 1 രൂപ എന്നുണ്ടെങ്കിൽ 100 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും? 100 രൂപ പ്രോഫിറ്റ് കിട്ടും. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റും കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 100 ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചാർജ് വരും. പക്ഷേ നമുക്ക് ബേസിക്കലി ഒരു 100 ക്വാണ്ടിറ്റിക്കും ഒരു 30 രൂപ ഒക്കെ ആയിരിക്കും റേഞ്ച് വരുന്നത് ഒരു വാങ്ങുന്നതിന്. ടോട്ടൽ ഒരു 60 രൂപയ്ക്ക് ചിലവ് വരുള്ളൂ. അപ്പോൾ നമുക്കൊരു 100 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്കൊരു 20 രൂപയെങ്കിലും 20-30 രൂപ നമുക്ക് പ്രോഫിറ്റ് ലാഭമായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ചെയ്യുന്നതിൻ്റെ ഗുണം അല്ലെങ്കിൽ ദോഷം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്തരത്തിൽ വാങ്ങിയ സ്റ്റോക്ക് നമുക്ക് ഇവിടെ തന്നെ ഈ സ്റ്റോക്കിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഈ സ്റ്റോക്കിനെ ഇതെവിടെ പ്രോഫിറ്റ് ആണോ ഡേ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ബൈ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കാം. ബൈ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടോ ഇവിടെ ക്വാണ്ടിറ്റി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ സ്വൈപ്പ് ടു ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാൻ പറ്റും. മറ്റൊരു കാര്യം, നമുക്കിത് കൺവെർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് ലോസാണ്, ഇതെവിടെ ലോസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നാളത്തേക്ക് ഹോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 500 രൂപയ്ക്ക് നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന 5 ഇരട്ടി വരെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കൺവെർട്ട് ചെയ്യുമ്പോൾ ഡെലിവറിയുടെ അതേ എമൗണ്ടിലേക്ക് മാറും. അപ്പോൾ നമുക്കിവിടെ കൺവെർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ കൺവെർട്ട് ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റി അവിടെ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യും, ഡെലിവറി എന്ന് പറഞ്ഞ് നമുക്ക് നാളത്തേക്ക് പിന്നെ എത്ര വർഷം കഴിഞ്ഞ് വേണമെങ്കിലും വിൽക്കാനുള്ള രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ട്രെയിലിംഗ് SL എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ട്രെയിലിംഗ് SL എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ എത്രയ്ക്കാണോ നമ്മൾ ട്രിഗർ പ്രൈസ് കൊടുക്കുക, അതായത് 182 രൂപ, അതായത് മാർക്കറ്റിൽ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് വന്ന് നമുക്ക് നഷ്ടം വരാതിരിക്കാൻ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഓർഡറിൽ തന്നെ നമുക്ക് ട്രിഗർ പ്രൈസ് ഉണ്ട്. അതായത് ഈ 182 രൂപ ആവുമ്പോഴേക്കും ആ ഒരു പ്രൈസിന് നമുക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ റേഞ്ച്, ഇവിടെയും ട്രിഗർ പ്രൈസും പ്രൈസ് ലിമിറ്റും നമുക്ക് സെയിം പ്രൈസ് തന്നെ കൊടുക്കാം, അതേ പ്രൈസിന് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം ട്രെയിലിംഗ്, നമുക്കിതിനെ മുകളിലേക്ക് ഇത് വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസിനെ കുറച്ചുകൂടെ മുകളിലേക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. പിന്നെയും വരികയാണെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഓരോ ഗ്യാപ്പ് കൊടുക്കാൻ പറ്റും. അതിന് ഓരോ രൂപ വെച്ച് കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എമൗണ്ടാണ് നമ്മളിവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞെടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വാങ്ങിക്കഴിഞ്ഞു, നമ്മളിങ്ങനെ വാങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റിലായി, ഇപ്പോൾ ഒരു 5 രൂപ പ്രോഫിറ്റായി. ഇപ്പോൾ 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു 500 രൂപ ലാഭം കിട്ടി. അല്ലെ നമ്മളൊരു 1000 രൂപ ആണെങ്കിൽ 1000 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ നമുക്കൊരു 5 രൂപ കൂടുമ്പോൾ 5000 രൂപ പ്രോഫിറ്റായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ മാർക്കറ്റിൽ തന്നെ സെലക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി തന്നെ സെലക്ട് ചെയ്യുക, ഇൻട്രാഡേ ആണ്, ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എസ്റ്റിമേറ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് എത്ര രൂപയാണ് ചാർജ് വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നതിന് ബ്രോക്കറേജ് ചാർജസ് ഇപ്പോൾ അപ്സ്റ്റോക്സിൽ ഞാൻ ആദ്യം പറഞ്ഞു 20 രൂപ എന്ന്.
ഞാൻ പറഞ്ഞത് ഒരു സ്റ്റോക്കിൻ്റെ കാര്യത്തിനാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് ചാർജ് നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും വരുന്നത്. കണ്ടോ ടാക്സസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചാർജിൻ്റെ കാര്യം നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു ബെനിഫിറ്റാണ്. വളരെയധികം ചാർജ് കുറവായിരിക്കും. 0.12. അപ്പോൾ മുൻപാണെങ്കിൽ ഇവിടെ 20 രൂപ എന്ന് എഴുതി കാണിക്കും. ഇപ്പോൾ അത് കാണിക്കുന്നില്ല. 0.12 പൈസ മാത്രമാണ് നമുക്കിവിടെ ചാർജ് വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ വലിയ ചാർജായിട്ട് തോന്നുന്നില്ല ഇൻട്രാഡേ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ചാർജ് കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഞാൻ ചാർജിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇതുപോലെ എടുത്തതിന് ശേഷം ദാ ഇവിടെ സ്വൈപ്പ് ടു സെൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെൽ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബൈ നമുക്ക് സെൽ രണ്ടും ക്ലോസ് ആയി. ഇവിടെ ഓപ്പൺ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇനി നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് പോയിട്ട് പൊസിഷൻസ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ നമ്മളിത് വിറ്റു എന്ന് കാണാം. ഇപ്പോൾ ടുഡേ ഇന്നത്തെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലോസിലാണ് നമുക്കിത് സെല്ല് ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും പൈസ നമുക്ക് ലോസായി എന്നും കാണാൻ പറ്റും. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ഗ്രീൻ കളറിൽ കാണിക്കും ഇത് പ്രോഫിറ്റ് ആണെന്ന്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ബ്ലൈൻഡായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തിട്ട് വെറുതെ വാങ്ങുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പഠനങ്ങൾ നടത്തണം. എല്ലാ ദിവസവും നല്ല സ്റ്റോക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ സ്റ്റോക്കിനെ ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. അല്ല എങ്കിൽ നമുക്ക് വളരെയധികം നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലെ ഡെയിലി നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരുന്നാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ വളരെയധികം പറ്റിപ്പാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും പോകരുത്. നമ്മളിവിടെ ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഓപ്ഷൻസ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഓപ്ഷൻസിലും ഇതുപോലെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ടോപ്പായിട്ട് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കാണാൻ പറ്റും. അതുപോലെ ഇന്ന് ടോപ്പ് ലോസേഴ്സിലേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം നമുക്ക് അത്തരത്തിലുള്ള സ്റ്റോക്കുകളെ വാങ്ങാൻ പറ്റും. പിന്നെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ചാർട്ടിംഗ് പോലെയുള്ള സൈറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതാ ഇവിടെ കണ്ട മോസ്റ്റ് ഇങ്ക്ഡ് ചാർട്ട് ഫോർ ടുഡേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ 15 മിനിറ്റിൽ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആകാൻ പോകുന്ന സ്റ്റോക്ക്, ട്രെൻഡിങ് സ്റ്റോക്ക്, ഓരോ ക്യാൻഡിൽ സ്റ്റിക്ക്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിനൊക്കെ പറ്റി നല്ല രീതിയിൽ അറിവുള്ളവർക്കായിരിക്കും അത്തരത്തിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ലാഭമുണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ ചാർട്ട് നമ്മൾ എടുക്കണം. ചാർട്ട് എടുത്തിട്ട് ഇവിടെ ഡേ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളൊരു 5 മിനിറ്റോ 3 മിനിറ്റോ എടുക്കുക. 3 മിനിറ്റ് ചാർട്ടൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഒരു പ്രൈസ് റേഞ്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല എങ്കിൽ നമുക്ക് അതിൻ്റെ ആ മൂവ്മെൻ്റ് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. നമ്മൾ ഇതുപോലെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെടുത്തിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പോകുന്നത്, പ്രോഫിറ്റിലേക്കാണോ ലോസിലേക്കാണോ, അതുപോലെ നല്ല രീതിയിലുള്ള ടൂളുകൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മളത് കണ്ടുപിടിക്കുക. ഏത് രീതിയിലാണ് ഒരു മാർക്കറ്റിൽ അത് മൂവ് ചെയ്യുന്നതെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇൻട്രാഡേ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നത്. അല്ല എങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റോക്ക് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഷോർട്ട് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. അതും ഇൻട്രാഡേ ട്രേഡ് തന്നെയാണ്. അതായത് ഞാനിവിടെ ലിസ്റ്റിൽ നിന്നും ഒരു സ്റ്റോക്ക് എടുത്തു. ഇപ്പോൾ ICICI ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ ICICI ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാൻ ഇതുവരെയും വാങ്ങിയിട്ടില്ലാത്തൊരു സ്റ്റോക്കുമാണ്. ഇന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ പക്ഷേ നമുക്കിവിടെ സെൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാങ്ങാത്തൊരു സ്റ്റോക്കിനെ നമുക്ക് ഇവിടെ ഒരു ക്വാണ്ടിറ്റി എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇൻട്രാഡേ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സ്വൈപ്പ് ടു സെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ ഞാൻ ഫെഡറൽ ബാങ്ക് വാങ്ങി വിറ്റു, ICICI ബാങ്ക് വിറ്റു, പക്ഷേ എൻ്റെ കയ്യിലില്ല, വാങ്ങിയിട്ടില്ല. വാങ്ങാതെ എങ്ങനെ വിറ്റു എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. വാങ്ങാതെ വിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇനി ഇതിനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇതിൻ്റെ വില
മുകളിൽ നിൽക്കുന്നു. ഇവിടെ നമ്മൾ സെല്ല് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ വില താഴുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിതിനെ വാങ്ങുന്നു. അതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിനെ ഷോർട്ട് സെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ വ്യൂ പൊസിഷനിലേക്ക് പോയി നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ആദ്യം നമുക്ക് എങ്ങനെ നോക്കുക? ഇവിടെ പോർട്ട്ഫോളിയോ എടുക്കുക. ഹോൾഡിംഗ് പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ICICI ബാങ്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇവിടെ പ്ലസ് ബട്ടൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നമുക്കിത് സ്ക്വയർ ഓഫ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ നമ്മൾ ഫസ്റ്റ് സെല്ലാണ് ചെയ്തത്. ഇനി നമ്മൾ വാങ്ങാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ചാർജസുകളെല്ലാം സെയിം ബാധകമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. ചാർജ് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 20ഉം 30ഉം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ വമ്പൻ നഷ്ടത്തിലേക്ക് പോകും. കാരണം 10 രൂപ 20 രൂപ ഒക്കെ ലാഭം കിട്ടും, അതിനെ വിൽക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചാർജ് കൊടുക്കുമ്പോഴും നമുക്ക് നഷ്ടം വരും. അതുപോലെ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ മൊത്തത്തിൽ മാറിപ്പോവുകയും പിന്നീട് നമുക്കത് കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഇമോഷണലി നമുക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളൊരു ദിവസം 2ഓ 3ഓ ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ നോക്കുക. അതായത് രാവിലെ ന്യൂസൊക്കെ വായിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് കണ്ടെത്തുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റോക്കിനെ നമുക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണെങ്കിൽ അത് ബൈ ചെയ്ത് വാങ്ങാം. ഇനി വില ഇന്നൊരു സ്റ്റോക്ക് ഇപ്പോൾ അദാനിയുടെ ഒരു ന്യൂസ് വരുന്നു, പെട്ടെന്ന് നിന്ന് സ്റ്റോക്കിൻ്റെ വില കുറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ ഇല്ലാത്തൊരു സ്റ്റോക്കിനെ നമ്മൾ സെല്ല് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ സ്ക്വയർ ഓഫ് ഞാനിവിടെ പറഞ്ഞു ഫസ്റ്റ് ICICI ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ സെല്ലാണ് ചെയ്തത്. സെല്ല് ചെയ്തതിന് ശേഷം വാങ്ങിയിട്ടില്ല. സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളിതിനെ ബൈ ചെയ്യുന്നതിനെയാണ് സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകും, ഇവിടെ സ്വൈപ്പ് ടു ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനി നമ്മൾ വാങ്ങിയതല്ലേ? അങ്ങനെയല്ല. ഇവിടെ ഫെഡറൽ ബാങ്കിൽ ആദ്യം ഞാൻ വാങ്ങി, പിന്നെ വിറ്റു. ഓക്കെ, ഇവിടെ ICICI ബാങ്ക് രണ്ടാമതാണ് ബൈ ചെയ്തത്. അതിനെ വാങ്ങിയതായിട്ടും ഇതിനെ സെൽ ഓർഡറായിട്ടും കണക്കാക്കും. അതായത് ഇവിടെ ടൈമിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതെല്ലാം കണക്കാക്കുന്നത് വൈകുന്നേരം 3:30ക്ക് ശേഷമാണ്, 4 മണിക്കൊക്കെ ശേഷമാണ് ഇതെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിൻ്റെ വാങ്ങിയ ഓർഡറും സെൽ ഓർഡറും ഒക്കെ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൂടിയ വിലയ്ക്ക് വിറ്റു, അതിനുശേഷം വാങ്ങി, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി, ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ആ പ്രൊസീജിയർ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഷോർട്ട് സെല്ലിങ് വഴി ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ഇൻട്രാഡേ ട്രേഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഈ കാണിച്ച 2 ട്രേഡും ലോസാണ്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് തുടക്കത്തിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ചില സമയങ്ങളിൽ കിട്ടുമെങ്കിലും കുറേ അധികം ചെയ്യുമ്പോൾ ലോസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ലോസ് കാണിച്ചത് കൊണ്ട് എനിക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. കാരണം തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ലോസിലേക്കായിരിക്കും വരുന്നത്. എക്സ്പെർട്ടായിട്ട് ട്രേഡ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് കുറച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം ചാടിക്കയറി ഇൻട്രാഡേ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് കരുതരുത്. അതുകൊണ്ട് വളരെയധികം പഠനങ്ങൾക്ക് ശേഷം നല്ല സ്റ്റോക്കുകൾ നോക്കി ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്ത് വാങ്ങുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് അപ്സ്റ്റോക്സിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്സ്റ്റോക്സിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.